സിറിയൻ വിമതരായ ഹയാത്ത് തഹ്രീർ അൽ ഷം സംഘടനയെ ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേതാവ് അഹമ്മദ് അൽ ഷാറ. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും HTSനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. വ്യവസ്ഥാപിത രാഷ്ട്രത്തിന്റെ ഭരണഘടന തയ്യാറാക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും അഹമ്മദ് അൽ ഷാറ പറഞ്ഞു. പിരിച്ചുവിടുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അഹമ്മദ് അൽ ഷാറ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സിറിയൻ വിമത സംഘടന ഹയാത്ത് തഹ്രീർ അൽ ഷം അഥവാ HTSനെ ഭീകരരുടെ പട്ടികയിൽ നിന്ന് നീക്കണമെന്നാണ് ആവശ്യം. ഐക്യരാഷ്ട്ര സംഘടനയും ബ്രിട്ടൻ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും HTSനെ ഭീകര സംഘടനയായാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, വ്യവസ്ഥാപിത ഭരണഘടന തയ്യാറാക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും HTS നേതാവ് പറയുന്നു. സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കണമെന്നും നേരത്തെ അബു മുഹമ്മദ് അൽ ജോലാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദ് അൽ ഷാറ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഹമ്മദ് അൽ ഷാറ നിലപാടുകൾ അറിയിക്കുന്നത്. സിറിയയെ താലിബാൻ മോഡൽ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശ്യം HTSന് ഇല്ലെന്ന് നേതാവ് പറയുന്നു. 60% യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ വനിതകളാണ് സിറിയയിലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ബ്രിട്ടനും അമേരിക്കയും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അഹമ്മദ് അൽ ഷാറയുടെ ആവശ്യം. HTSനെ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമം റഷ്യ പാസാക്കിയതിന് പിന്നാലെയാണ് നേതാവിന്റെ നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.